അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു സംഗതിയാണ് നരച്ച തലമുടിയിലും താടിയിലും കറുത്ത നിറം ഉപയോഗിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീൻ, നമ്മുടെ ഫിഖ്ഹ് വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാവുന്നതും ചെയ്യാത്തതുമായ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ തലമുടിയോ താടിയോ നരച്ചാൽ അയാൾക്ക് മറ്റ് നിറങ്ങൾ നൽകൽ ഭംഗിയാണെങ്കിൽ ആ നിറങ്ങൾ നൽകണം എന്നുള്ളതാണ് സുന്നത്ത്. എന്നാൽ നരച്ച ആ താടിയും തലമുടിയും തന്നെയാണ് അയാൾക്ക് ഭംഗിയെങ്കിൽ അതേ രൂപത്തിൽ തന്നെ അത് കൊണ്ടു നടക്കലാണ് ഏറ്റവും ഉത്തമമായത്. എന്നാൽ പലപ്പോഴും പല കാരണങ്ങളാലും താടിയിലും തലമുടിയിലും കറുത്ത ചായം ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുടി കറുപ്പിക്കൽ ഹറാമാണ്. ഷർഹു ബാഫലിൽ 2-ാം വാള്യം 309-ാം പേജിൽ നമുക്ക് ഈ ഹറാമിനെ കുറിച്ച് കാണാൻ കഴിയും. അതുപോലെ ഹനഫി മദ്ഹബ് അനുസരിച്ചും തലയിലും താടിയിലും കറുപ്പല്ലാത്ത കളർ തേക്കൽ മുസ്തഹബായ കാര്യമാണ്. ഇത് മുസ്ലിമീങ്ങളുടെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ല പറയുന്നുണ്ട്. മഞ്ഞയോ ചുവപ്പോ നിറം നൽകൽ സുന്നത്തും കറുപ്പ് പുരട്ടൽ ഹറാമാകുന്നു എന്നാണ് പല ബാബുകളുടെയും പേരുകൾ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ നരയെ നിറം മാറ്റിക്കൊള്ളുക, കറുപ്പിനെ നിങ്ങൾ ഉപേക്ഷിക്കുക, കറുപ്പ് നിറം നൽകൽ ഹറാമാകുന്നു. ഇന്ന് പലപ്പോഴും കറുത്ത നിറം പല വസ്തുക്കളെ കൊണ്ട് കൂട്ടി നൽകുമ്പോൾ പറയാറുള്ളൊരു ന്യായീകരണം അത് വുളൂഇനെ തടയാത്ത കറുപ്പാണ് എന്നുള്ളതാണ്. വുളൂഇനെ തടയുകയോ കുളിയെ തടയുകയോ അത് മറ്റൊരു വിഷയമാണ്. കറുത്ത നിറം എങ്ങനെയൊക്കെ നൽകിയാലും അത് ഹറാമാണെന്നാണ് ഫത്വ നൽകപ്പെട്ടിരിക്കുന്നത്. അത് ഏത് കെമിക്കലാണെങ്കിലും ഏത് പ്രകൃതിദത്തമായ വസ്തുവാണെങ്കിലും കറുത്ത നിറം നൽകുക എന്നത് ഹറാമായ കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പം സമൂഹത്തിൽ ദീനിൻ്റെ ആളുകളായി കരുതപ്പെടുന്നവർ പോലും, പല പള്ളി കമ്മിറ്റി ആളുകൾ പോലും, അവരെയൊക്കെയും നാട്ടുകാർ കാണുന്നത് ഈ പള്ളിയുടെയും ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെയും നേതാക്കളായിട്ടാണ്. അവർ പോലും കറുപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും അതിനുള്ള ഫത്വ നൽകിയത് ഹറാം എന്ന് തന്നെയാണ്. അങ്ങനെ കറുത്ത ചായം തേൽക്കുമ്പോൾ ഈ പറഞ്ഞ വുളൂ തടയുകയില്ല, കുളി ശരിയാകും, വെള്ളം ചേരും എന്നൊക്കെ പറഞ്ഞാലും കറുത്ത നിറം കൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധമാക്കിയ കാര്യമാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പിന്നെ കറുത്ത നിറം നൽകാം. ആ നൽകാൻ അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം കൊടുത്തത് യുദ്ധത്തിന് പോയ യുദ്ധ പോരാളികൾക്കാണ്. കാരണം അവരുടെ തലയും താടിയും നരച്ചിരിക്കുമ്പോൾ ശത്രുക്കൾക്ക് ഇവരെക്കുറിച്ച് നിസ്സാരത തോന്നും, ഭീതി ഉണ്ടാകില്ല. ആ ഭീതി ഉണ്ടാകാതെ ഇരിക്കുവാൻ ഇവരുടെ നരച്ച താടിയും തലമുടിയും പ്രചോദനമാകും എന്ന കാരണത്താൽ അവർക്ക് മാത്രം അത് കറുപ്പിക്കാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ വെള്ളം തടയുകയോ തടയാതിരിക്കുകയോ ചെയ്യട്ടെ, വെളുത്ത രോമങ്ങൾക്ക് കറുത്ത ചായം നൽകൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അള്ളാഹു കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.